സേതുട്ടാ, സച്ചി, മോളെ ആതിരെ, ആരുമില്ല ഇവിടെ. ഈശ്വരാ, മോളെ എന്താണ് സംഭവിച്ചത്? അച്ഛൻ ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അമ്മേ, ഞങ്ങൾ എല്ലാവരും അവളെ തടയാൻ നോക്കി. പോകരുതെന്ന് അവളുടെ കാല് പിടിച്ച് പറഞ്ഞു. പക്ഷെ അവള് പോയി. നീ മിണ്ടി പോരുത്. അനുവേട്ടാ, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ടും അവളോട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ നീ നിന്ന് മോങ്ങുന്നോ? സേതുട്ടാ, നിങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകാനും മാത്രം അവക്ക് എന്താ പറ്റിയത്? പറയടാ, എന്തിനാണ് എന്റെ മോൾ ഇവിടുന്ന് ഇറങ്ങി പോയത്? അമ്മേ, അമ്മേ, കമലേ, നീ വിഷമിക്കരുത്. തൽക്കാലത്തെ ദേഷ്യത്തിന് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിലും അവൾ അങ്ങോട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അരുമേ, നീ മീരെ ഒന്ന് വിളിച്ചു നോക്ക്. അവളോട് എത്തിയെന്നെങ്കിലും അറിയല്ലോ. ഒന്ന് വേഗം വിളിക്കടാ. എന്റെ ഈശ്വര, വിഷമിക്കല്ലേ അമ്മ. ഹലോ ഏട്ടാ. അർച്ചനയും കുഞ്ഞും അവിടെ വന്നായിരുന്നു. എന്താ? അർച്ചനയും കുഞ്ഞും അവിടെ വന്നോന്ന്? ഇല്ല, ഇവിടെ വന്നില്ല. എന്താ ഏട്ടാ ഉണ്ടായത്? അതൊക്കെ പിന്നെ പറയാം. അവളും കുഞ്ഞും വന്ന ഉടനെ നീ എന്നെ വിളിക്കണം. ആ, വിളിക്കാം. അതിനു മുൻപ് ഞാൻ അർച്ചനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, ശരി. എന്താടാ? അച്ഛൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. എന്റെ ഈശ്വര, ഞാൻ 2 തവണ വിളിച്ചു നോക്കിയതാ. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എനിക്ക് വയ്യ. അച്ഛൻ അങ്ങോട്ട് പോകാതെ പിന്നെ അവൾ എവിടെ പോവാനാ? അത് ഞങ്ങൾ എങ്ങനെ അറിയും? അവൾ ഇറങ്ങിപ്പോയത് ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? നിങ്ങളെല്ലാവരും കൂടി എന്താ തമാശ കളിക്കണം? അവൾ ഇവിടുന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് നേരെ എത്രയായി? ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അവക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ ആര് സമാധാനം പറയും? നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യനാ. എന്റെ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇത്രയും നേരമായി. ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഞങ്ങളെല്ലാം അവൾ ഇറങ്ങിപ്പോയതിന്റെ ഷോക്കിലായിരുന്നു. മോനെ, നീ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കും.